അമ്മ അന്നെന്താ ഇവിടെ? ഞാനല്ലാടാ അങ്ങോട്ട് ചോദിക്കണ്ടേ, നീ എന്തായി വിട്ടെ? ഞാൻ എന്റെ ഭാര്യ കാണാൻ വന്നത്. നാളെ വരെ ക്ഷമിക്കാനുള്ള ത്രാണി എന്റെ പൊന്നുമോലില്ല അല്ലേ? അമ്മ എനിക്ക് നാളെ വരുന്നു. എന്ത് കാര്യത്തിന്? വാസു ആദ്യമോനെ നീ എന്താ ഇവിടെ? അച്ഛാ എന്താ ഹരിയച്ച? അവനവന്റെ ഭാര്യയെ കാണാൻ വന്നതാ. ഭാര്യ? അപ്പൊ ഇതാർന്നല്ലേ ആ പാറ്റ? അല്ല, ഇവനെ തിരിച്ച് വീട്ടിലാക്കണ്ടേ? നാളെ മണ്ഡപത്തിൽ കേട്ടേണ്ട മുതലാ ഈ 4 കാലം നിൽക്കുന്നത്. ശരിയാണല്ലോ. ആദ്യേ നീ ഒറ്റ കണ്ണോടാ വന്നേ? എന്റെ കൂടെ ഫെലിക്സ് ഉണ്ടായിരുന്നു അച്ഛാ. എന്നിട്ട് അവനെന്തേ? അവൻ പുറത്താ. ആരുടെ പുറത്ത്? ഈ ഹരിയച്ഛൻ്റെ ഒരു തമാശ. ആരുടെയും പുറത്തല്ല, വീടിന്റെ പുറത്ത്. അമ്മ ബാമി ഹരിയേട്ടാ, അവനെ കൂട്ടി കെട്ടിയായിരുന്ന? ഞാൻ കേട്ടിയില്ല. ഞാനത് നിന്നോട് ചോദിക്കാൻ വന്നിയാ. എന്റെ ഭഗവാനെ, ആ ചെക്കന്റെ പല നൗകലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അമ്മ നോക്കാം. എന്ത് കൂട്ടുകിട്ട മനുഷ്യരാ? ഞാനും ഉണ്ട്. എന്തേ എല്ലാരും ഓട്ടം നിർത്തിയ? ഒന്ന് മിണ്ടാതിരിക്കാൻ എന്തെങ്കിലും തരണം. ഓടി പൂച്ചക്കളി. അയ്യോ, നിങ്ങൾ പിന്നെ എന്ത് വഴക്കിട്? ആരെയും ഈ സാധനത്തൊന്ന് പിടിച്ച് ഊറ്റി കേട്ടോ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കണം നാറി. അയ്യോ, ഇതെന്താ മരത്തില്? കണ്ടിട്ട് മരപ്പെട്ടിയാണെന്ന് തോന്നുന്നു. ഒന്ന് മിണ്ടാതിരിക്കണോ? മരപ്പെട്ടി പിന്നെ എന്നെ ഒന്ന് താഴെ ഇറക്കണം നാറി. ബാമി പോയി കൂട്ടിക്കാരതാ. ഇന്നെ വെയിറ്റ് ഈ സാധനത്തിന്. அப்படின்னா சொல்லக்கூடாது கண்ணா. ജീവിതാവസാനം മുഴുവൻ നിനക്ക് ചുമക്കുള്ള പ്രോപ്പർട്ടി അത്. ജയിച്ചു. ഇനി നീ ആ വാ തുറന്ന നിങ്ങളിതിന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. സാധാരണ കണ്ണിലല്ലേ എണ്ണ ഒഴിക്കാറ്? എന്തോന്ന്? അല്ല, കണ്ണില് എണ്ണ ഒഴിച്ച്. മിണ്ടായിരുന്നോ നമ്മൊന്ന്? മനുഷ്യൻ ഇവിടെ പിരിവിട്ട് നിൽക്ക. നീ ഒന്ന് ക്ഷമിയടി, അവന് ബോധമില്ലാണ്ട് പറ്റിയതല്ലേ. നീ മിണ്ടരുത്. നീ ഒരൊറ്റടുത്ത് കാരണോ ഞാൻ ഈ വള്ളിയൊക്കെ പിടിച്ച് എന്റെ തലയിൽ വെച്ചത്. നീ തന്നെ കാത്തോണേ. നാലുമണിക്കെവിടെ? നീ കുറെ നേരം വന്നിട്ട്? ഇല്ല, ഇപ്പൊ എത്തിയുള്ളൂ. എന്നാ ചേട്ടാ, ഈ 2 കുശികളെ അങ്ങ് ഏറ്റു വാങ്ങിയാട്ടെ. രണ്ടുപേരും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ. ബുദ്ധിമുട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഈ സാധനത്തെ കൊണ്ട് വേഗം ഒന്ന് സ്ഥലം വിട്ടോ. ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. മിണ്ടണ്ട, മതമ്പോ കേൾക്കുന്ന അങ്ങനെ അവള് അച്ഛനവളുടെ മേക്കോട്ട് ആള് വെച്ച്. ആരാണ് ഇപ്പൊ അതിനകത്ത് തോർച്ചെടുക്കുന്നത്? അയ്യോ, ആരാണ്? എന്താ വാടി ഇങ്ങോട്ട്? ദൈവമേ. അച്ഛാ, ചാച്ച, അച്ഛൻ. ആഹാ, അങ്ങനെ മതിൽ ചാടിയോ? മതിലല്ല, എന്താണ് നിങ്ങൾക്ക് ഇവിടെ? റെസ്പോൺസിബിലിറ്റി എന്ന സാധനം ഉണ്ടോ കാരണവരെ? നാളെ മോന്റെ മോളുടെ കല്യാണം, എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കൂട്ടണ്ടേ നൈറ്റ് ലൈറ്റ് ഇറങ്ങിയേക്കല്. ഇല്ല, മോഴയും വെച്ചാ മതിയായിരുന്നു. നേരെ അറിയിക്കണായിരുന്നു. മനു, നിനക്കതിലും കുറച്ച് ബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. അയ്യോ, അങ്ങനെ ഞാൻ അത്രക്കാരെ നെഹി. ഞാൻ ആദ്യം വിളിച്ചപ്പോ ഇങ്ങനെ പിക്കാൻ തന്നെയാ. അതും ഫ്ലാഷ് ബാക്ക്. End of flashback. കുട്ടികളൊക്കെ ഒരുപാട് വളർന്നുപോയി. അതെ, ഒരുപാട്.
അത് പിന്നെ അച്ഛൻ ചെല്ല് ചെല്ല്, നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. അല്ല ഹരി, കിച്ചു വിടണ്ട നീ എങ്ങനെ അറിഞ്ഞു? അതെനിക്കറിയാം. ഈ വഴിക്ക് പോയിട്ട് ഈ പഞ്ചായത്തിലോട്ട് പോലും ഞാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ലഗേജോ? അപ്പോ അവിടെ മരുത് മനുഷ്യനെ നഷ്ടപ്പെടുത്താനായിട്ട് പിന്നെ അമ്മേനും മതിൽ ചാടി കിട്ടിയതാന്ന് എനിക്ക് കുഴപ്പമില്ല. ഞാനെന്റെ ഭാര്യ കാണാൻ പോലെ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കാണാൻ വെച്ച ഇതിനെ கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே பாட பரந்தோட அடி ஒவ்வொரு பொழுதும் ஓன அப்படி நான் ரசிச்சேன். உயிர் கொல்லுது ஓனனப்பு கண்மணியே. ஓ അപ്പൊ എങ്ങനാ ഓ ഇയാൾ എന്താന്ന് വെച്ചാ കാണിക്ക്. കേട്ടെ. ഓ എന്തൊരു തിരക്കായിരുന്നു. മനുഷ്യൻ ചൂടെടുത്തിട്ട് പാടില്ല. ആന്റി അങ്ങനെ പറയരുത്. അപ്പൊ ഈ പാവത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കവി, നിങ്ങൾ ഇവിടെ ഇരിപ്പാണോ? 6 മണിക്ക് റിസപ്ഷൻ തുടങ്ങും. ഇങ്ങേക്ക് ഇങ്ങനെ വിമ്മ എടുത്ത് കൊടുക്കും. എന്തേലും പറഞ്ഞായിരുന്നോ? ഏയ് പെട്ടെന്ന് ഒന്നിക്കോളാന്ന് പറഞ്ഞതാ. ആ, രാവിലത്തെ പോലെ എന്നെ ഇട്ട് ഓടിക്കരുതേടി. പെട്ടെന്ന് ഇറങ്ങിയേക്കുവേ. ഈ മനുഷ്യൻ നിങ്ങളെ ഹാളിൽ വിളിച്ചല്ല ഓക്കെ അല്ലേന്ന് അന്വേഷിച്ചേ. അയ്യോ, ഞാൻ മറന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വരാം. ആ, മോള് ചെല്ല്. അങ്ങേര് പലതും പറയും. ഒന്ന് ഫ്രഷ് ആയി ഒരു 40 മിനിറ്റ് കിടന്നു. അപ്പോഴേക്കും ബ്യൂട്ടീഷ്യനും വരും. വേണ്ടമ്മ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ കിടന്ന മറ്റന്നാളും നേരം വെളുക്കാതെ ഞാൻ എണീക്കത്തില്ല. വെറുതെ റിസ്ക് എടുക്കണ്ട. ശരി എന്നാ ദിവസേ മോൾക്ക് റൂം കാണിച്ചു കൊടുത്തേ. ചെല്ലു മോളെ, ഫ്രഷ് ആയി വാ. ഓക്കെ അമ്മ. സാൻഡി, അയ്യോ ഞാനിൽ നിന്നെ ഏട്ടത്തിനെ വിളിക്കണല്ലേ? നിനക്ക് വയ്യേ? വേണ്ട അല്ലേ? ഓക്കെ ദെൻ. ഇതാണ് ആതിര. സോറി, ടുഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ മുറി. അപ്പോ എക്സ്ട്രാ എന്തെങ്കിലും സർവീസ് വേണേ കൈ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. സെറ്റ്. അപ്പൊ ഞാൻ ഈ ചക്രവ്യൂഹത്തിന് പുറത്തു വന്നിട്ട് കാണാം. ഓ റൂമൊക്കെ കൊള്ളാം. ഇങ്ങനെ ഗിറ്റാറൊക്കെ വായിക്കും. ഏയ് വെറുതെ ഷോയ്ക്ക് വെച്ചാൽ. അയ്യോ ഈ പണ്ടാര അഴിച്ചു വെച്ചിട്ട് ബാക്കി നോക്കാം. അച്ഛാ, നമ്മൾ ഗസ്റ്റിനെ മുറിയെടുത്ത ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താടാ? അത് ഗസ്റ്റിന് പിന്നെ റിസപ്ഷൻ ഹാളിലേക്ക് വരാവുന്ന വണ്ടിയുടെ ഷോർട്ടേജ് ഉണ്ടെന്ന്. ഇതൊക്കെ നേരത്തെ നോക്കേണ്ട പപ്പു. നോക്കിയതാണച്ചാ, പക്ഷെ ഒരു വണ്ടി പണി തന്നാ. എന്നാ നമ്മുടെ ഏതെങ്കിലും കാറ് വിട്. ഓക്കെ ചേട്ടാ. ആ ഗ്യാരേജിലെ വണ്ടി എടുത്ത് നീ ആ ഹോട്ടലിൽ ചെന്നേ. എന്തിനാ? ഗസ്റ്റിനെ ഹാളിലേക്ക് കൊണ്ടുവരാനാ. അങ്ങനാണെ ഞാനും കൈ നേരെ ഹാളിലോട്ട് പോവാ. നീ ഇവന്മാരുടെ കൂടെ ഇറങ്ങിയേക്ക്. അപ്പൊ നിങ്ങൾക്ക് റെഡി ആവണ്ടേ? അതൊക്കെ ഞങ്ങൾ നോക്കോളാം. നീ വണ്ടിയുടെ കീ എടു. അയ്യോ, അത് റൂമിലാ. ഒരു മിനിറ്റ്.
അമ്മേ, ഈ മനുഷ്യനെ കൊല്ലുകൂടി. വെള്ളും ബ്രേക്കും ഇല്ലാണ്ട് ഇങ്ങനെ ഇടിച്ചു കയറി വന്നാൽ ഇതൊക്കെ ഉണ്ടാകും. എടി, ഇറങ്ങി പോടാ കാല, അല്ല ഞാൻ ഇപ്പൊ വിളിച്ചു പോകും. നിന്റെ പാന്റ് എവിടെ? കവിയേട്ടി! സോറി, മൈ മിസ്റ്റേക്ക്. എന്താടാ അത്? നിന്റെ ചുണ്ടിലെന്ത് പറ്റി? ചുണ്ടിലെന്ത് പറ്റി? ആ, അമ്മടാ കേമ, സണ്ണി കുട്ട വന്ന് കേറിയപ്പോഴും നീ ആ കൊച്ചിനെ കയറി ഉമ്മിച്ചോടാ. എടാ ഭീകര, എന്നാലും എന്റെ ആദിച്ചേട്ടാ, നീ അവിടെ നിന്ന് കേറിപ്പെടാത്ത വാടാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിലയില്ല. തെണ്ടി ഒന്ന് കേറിയില്ല, നീ അവളെ എന്തോടാ ചെയ്തേ? ഞാനൊന്ന് പറയട്ടാ, പറഞ്ഞു തോല. എടാ, ഇത് നിങ്ങൾ കരുതും പോലെ അല്ല, അവിടെ തന്നെ ഏസിനറിഞ്ഞതാ. എന്തിനി? ഞാൻ ചെന്നപ്പോ അവള് ഡ്രസ് മാറാൻ പോയല്ലോ. അപ്പോഴത്തെ മതി. സുഭാഷ്, തുടക്കത്തിലെ ഉടക്കാണല്ലോ നാഥ. ചോരയിൽ നിന്നാ തുടക്കം. നിന്നെ നീ തന്നെ കാത്തോണം. പീഡിപ്പിക്കാതെ തെണ്ടികളെ. ആകെ ക്ഷീണിച്ച് അല്ല മോളെ. ഈ റിസപ്ഷൻ പരിപാടിയൊക്കെ കണ്ടുപിടിച്ച് ഏതവനാണോ എന്തോ മനുഷ്യന്റെ നട്ടൽ ഒരുങ്ങി. ആന്റി കുറച്ചു നേരം പോയി കിടക്ക്, രാവിലെ തൊട്ട് ഓടി നടക്കുന്നതല്ലേ. വേണ്ട പെണ്ണെ, ആ മനുഷ്യൻ അവിടെ പൊരിഞ്ഞ പണിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ? അമ്മ എപ്പോഴും ഇങ്ങനെ ഇന്നല്ല വഴുക്ക പറയലാണ് ആന്റിയുടെ ലവ് ലാംഗ്വേജ്. അതോ നിനക്ക് ഡ്രസ് ചെയ്യണ്ടേ? വാ, ഞാൻ റൂം കാണിച്ചുതരാം. ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്ക്. റിസപ്ഷൻ ഇനി ടൈം ഉണ്ട്. ആ ചേച്ചി. ഇതോടെ കുടിക്ക് വേണേ. മതി വാസു, എന്റെ വയറിപ്പ പൊട്ടും. രാവിലെ കോഴി ചിക്കൻ പോലല്ലേ നീ കഴിച്ച് ഉച്ചക്കത്തെ കണക്കാം. ഈ കോലമാണെ നീ എവിടെയെങ്കിലും വീഴും. അതിനെനിക്ക് ആഗ്രഹമില്ലാണ്ടാണോ? കഴിക്കാൻ വിടണ്ടേ? രാവിലെ മറ്റേ ന്യൂട്രീഷന്റെ വക, ഉച്ചക്ക് ഫോട്ടോഗ്രാഫർ. ഓ, ഞാൻ വിളമ്പി വെച്ച ചിക്കൻ എന്നെ നോക്കി കുന്നണ കുത്തും പോലെ തോന്നി. അയ്യോ വാസുവിന്. ആ, അമ്മേമോളും പിന്നെയും തുടങ്ങിയ. എന്ത് പറയാനാ കവി, ഒരു വക സാധനം കഴിക്കത്തിരിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നിന്ന് തെറ്റിക്കുന്ന അവളുടെ വിചാരം. അതിനെന്താ, ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ. അതാ എനിക്ക് ആകെയുള്ള സമാധാനം. ആ, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം, വേഗം വന്നേ. എന്താടി പണി? ആ ഫോട്ടോഗ്രാഫർ വിളിക്കുന്നു. മോളെ, ഞാൻ നേരത്തെ കൊണ്ടുത്തന്ന ജ്യൂസ് കുടിച്ചില്ലേ? ഓമ്മ, അതൊക്കെ എപ്പോഴേ ഫിനിഷ്. അത് പറഞ്ഞപ്പോഴാ, ഫുഡിന്റെ കാര്യത്തിൽ ഇവക്ക് നോ കോംപ്രമൈസ്. ആ, അത് കല്യാണം ആയാലും അടിയന്തരമായാലും ഫുഡ് കിട്ടണം. ഫുഡ് മുഖ്യെങ്കിലേ. ഈ പെണ്ണ് കേട്ടോടി, അങ്ങനെ പെൺകുട്ടികള്. ആ, നാത്തു പേടിക്കണ്ട, ഫുഡിനെ പ്രേമിക്കാൻ അത്ര വലിയ ടൈമൊന്നും ആവശ്യമില്ല. ഞാൻ ശരിയാക്കി തരാം. അതെ അതെ, ഇത് പകർച്ചവ്യാധിയാ ശരിക്കും. അതേന്ന് നമുക്ക് എന്തൊരു ഫുഡ് വ്ലോഗിൽ തന്നെ തുടങ്ങാം. ആ പരിപാടി എനിക്കിഷ്ടം. വെറുതെ ഇരിക്കുന്നവരെ ഫുഡ് കാണിച്ച് കൊതിപ്പിച്ച് കടത്തു കളയാം. ദത്താണ് ചക്കിക്കൊത്ത ചങ്കരൻ. നിന്നെ എല്ലാരെയും വിളിക്കാൻ ഏൽപ്പിച്ചാലേ പോട്ടെ, ഇത് അവളെ വിളിക്കാൻ വേറെ ആൾ വരണം. ആയിക്കോട്ടെ, ഇനി നിന്നെ വിളിക്കാൻ ഏട്ടൻ വരട്ടെ, ഏട്ടനെ വിളിക്കാൻ അച്ഛന്മാരെ വരട്ടെ. അതല്ലേ അതിന്റെ ഒരു ഇത്. ഈ പെണ്ണ് നടക്കങ്ങോട്ട്. എടി, എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. ഹായ് ആദി, എന്നെ അറിയാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ ലെവളുടെ കിട്ടിയതാണ്. അതിനില്ല, അവളെ ആർക്കറിയാം. സോറി ചേച്ചി. ആദ്യ ഞാനാണ് എന്തു. സാൻവിയുടെ വല്യച്ഛന്റെ മോളല്ലേ, വാസു പറഞ്ഞറിയാം. കണ്ടോടി, നിന്നെ കൂട്ടല്ല, നമ്മള് ഫേമസാ. ഓ, അല്ല, ആദ്യത്തെ ചുണ്ടിന് എന്ത് പറ്റി? ആ, അത് പിന്നെ എന്റെ പൊന്നു സണ്ണി, ഒരു മയത്തിലൊക്കെ വേണ്ടടി. എന്തോന്ന് നിങ്ങൾ ഇത്രയും കെട്ടാ മുട്ടി നിൽക്കുന്നു? ഞാൻ അറിഞ്ഞില്ല ഈ ട്രൂ ലവിന്റെ ഓരോ ലീലാവിലാസങ്ങളെ.
മുട്ടുപോലെ കയറ്റി ഒരു തൊഴിൽ വെച്ച് വന്നാണ്ടല്ലോ പിന്നെ ഹെഡ് ഓഫീസ് ഒരു അടിച്ചു പോകും. അരുത്തപ്പോ അരുത്ത്. എന്നാൽ ഈ ബ്രേക്ക് ഇല്ലാത്തവ മര്യാദക്ക് പൂട്ടി വെച്ച് അവിടെ എങ്ങാനും പോയിരുന്നു. ഓ പിന്നെ പേടിച്ചിട്ടൊന്നുമില്ല, ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ, വേണേ പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞാലാ. വെറുതെ റിസ്ക് എടുക്കണ്ട. ഇവിടെ ഇന്ന് ഞാൻ എന്നാലും നാത്തു നൈറ്റ് വരെ വെയിറ്റ് ചെയ്യാറുന്നു. അയ്യേ ഇതൊന്നുമില്ല, അങ്ങേര് കണ്ണുമൂക്കില്ലാണ്ട് എവിടെ വെച്ച് ഇടിച്ചതാ. അതെ, ചെറിയൊരു ആക്സിഡന്റ്. കൊക്കെത്ര കുളം കണ്ടിരിക്കുന്നു. ആ നാരക്കൊന്ന് ചിരിച്ചൂടെ? ആർക്ക്? ശ്രേയസിന്. ആദുവിന്റെ കുഞ്ഞിനും കൂടെ കുഴപ്പമില്ല, എന്നാ അതർക്ക് ഫ്രണ്ടിലേക്ക് വന്നാ സ്വിച്ചിട്ട പോലെ അവന്റെ ചിരി നിൽക്കും. അതിപ്പോ മറ്റവനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണല്ലോ. ഓ, രണ്ടും അടി കൂടാതെ തന്നെ സമാധാനം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു കിണി. എക്സ്ക്യൂസ് മീ. യെസ്. എന്താ ശിവനെ? ചേട്ടാ സോറി, ഇന്നലെ സത്യമായിട്ട് ആള് മാറിയതാ. ഇറ്റ്സ് ഓക്കെ. എന്താടാ ശരി? നിങ്ങളുടെ ആ പണിക്ക് വന്ന ബംഗാളിയുടെ ഡ്രസ്സ് കണ്ടപ്പോ കൺഫ്യൂഷൻ ആയതാ. ബംഗാളിയാ? അതപ്പാ. അത് പിന്നെ എന്റെ പൊന്നു വെച്ച് ഞാൻ കാല് വിളിച്ച് പറയാം, ഒന്ന് പോ. അപ്പൊ സോറി. ഇറ്റ്സ് ഓക്കെ. വേണേ ഞാൻ 2-3 സോറി അങ്ങോട്ട് പറയാം, താനിപ്പോ പോ. ഓക്കെ. എന്താടാ, എന്താ നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാട്? അത് പറ. എന്റെ അമ്മേ, എന്നാലും നീ ബംഗാളി. ആ കൊച്ചിനെ കുറ്റം പറയുന്ന മുക്കത്തില്ല. ചില സൈഡിൽ നിന്ന് ഇവനൊരു ബംഗാളി ലുക്കുണ്ട്. ഞാനും പിന്നെ ഇവന് വിഷമാവല്ലോ എന്നോർത്ത് പറയാനെന്താ. ഇപ്പൊ സത്യം നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനും വിളിക്കുന്നില്ല. പോ മലരെ. സാരമുള്ള കുട്ട, സത്യം കൈപ്പുള്ളതാ, നീ അത് വിശ്വസിച്ചേ പറ്റൂ. അക്സെപ്റ്റ് ദ റിയാലിറ്റി മാൻ. ഈ 100 ഇന്ന് ഞാൻ എടാ. ഏതാടാ കൊച്ച്? കുറെ നേരമായി നമ്മളെ കൂളായി നോക്കി നിൽക്കുന്നു. ഏത് കൊച്ച്? ആ, അതൊരു വാളുകഥയാ. വാളുകഥയോ? ഇന്നലെ ഈ മഹാമാരി മറ്റവന്റെ വീട്ടിൽ പോയില്ലേ? ആ പോയി. വെള്ളം അടിച്ച് വെളിവില്ലാതെ നിന്ന് ഇവന്മാരെ ഡിസ്പാച്ച് ചെയ്ത് ഈ കൊച്ചു ആളുക എന്നിട്ട് ഈ തട്ടി കറക്റ്റ് അതിന്റെ ഡ്രസ്സിൽ വാള് വെച്ച്. വാ, ബ്യൂട്ടിഫുള്ളി. അളിയ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് പ്ലീസ്. എന്തൊക്കെയായിരുന്നു എടാ? ഇതാടാ പറയാൻ ഈ ഏതൊരു പട്ടിക്ക് പരിപാടി ദിവസം. ഇന്നോടാ എന്റെ ദിവസം. ഇതുകൊണ്ടടാ ലവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? ആര്? ഇതുപോലെ അവള്. ജാക്സന് ലോട്ടറി അടിച്ചടാ. ഇതെന്നാ ലവ് അറ്റ് ഫസ്റ്റ് വാളോ? അല്ല, ഇത് ഞാൻ ഡ്രൈ ക്ലീന് കൊടുത്ത സ്ഥലത്തിന്റെ അഡ്രസ്സാ. ഡ്രൈ ക്ലീനോ? അല്ല, താൻ വാള് വെച്ച് നശിപ്പിച്ചത് പോശിയ ഞാൻ ആരാ തന്റെ കെട്ടിയോളോ? ഇനി ആയിക്കോടുന്നില്ലല്ലോ. എന്നാ സോറി പേക്കണേ, ആ ഫ്ലോയിലേക്ക് വന്നു പോയതാ. എന്നാ തനിക്ക് കൊള്ളാം. ഹലോ, എനിക്ക് തന്റെ അഡ്രസ് അറിഞ്ഞൂടാ. ആദനെ കൂട്ടി വന്നാ മതി, അവക്കറിയാം. പിന്നെ എനിക്കതാണുള്ള പണി. ഇയാള് വല്ലതും പറഞ്ഞോ? എപ്പോഴാ കൊണ്ടുവരണ്ടേന്ന്? താൻ എപ്പോഴേലും വാ, അതിന് എനിക്കെന്നാ, എനിക്ക് സാധനം കേടുപാടില്ലാതെ കിട്ടിയാ മതി. ഓക്കെ. അയ്യോ തന്നെ, ഞാൻ ഇല്ലാത്തപ്പോ ഈ അയൽക്കാലത്തെ വീട്ടിൽ വന്നാ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ മാതസ്യ കല്യാണം ഉറപ്പിക്കും. ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുക ഈ കിളവി എന്നെ കെട്ടിക്കാൻ. താനൊരു 5 മണിക്ക് ശേഷം വന്നോ? ഓക്കെ. എന്താടി ഒരു ഇളക്കം? നീ കൂടെ പറ്റി കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. എന്ത് സാധനം ഇത്? അവളെ കുറ്റം പറയാൻ പറ്റില്ല, അവള് ചോദിച്ചാലും കാര്യമുണ്ട്. നീ വാള് വെച്ച ഡ്രസ്സ് അലക്കാൻ അവള് നിന്റെ മറ്റവളല്ലല്ലോ. എന്നാലും ഇവളെ കാണുന്ന ഫിലിക്സിനെ പോലില്ലേ? അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ച്. പിന്നെ അവന്റെ പെങ്ങൾ അവനെ പോലെ അല്ലാണ്ട് നിന്നെ പോലെ ഇരിക്കോ? അവന്റെ പെങ്ങളാ? അവന് പെങ്ങളൊക്കെ ഉണ്ടാ? ആടെ കൊണ്ട് നമ്മുടെ കുഞ്ഞെ പോലെ ഡോക്ടറെ പഠിച്ചോണ്ടിരിക്കുക.
ഇതൊക്കെ നിനക്കെങ്ങനെയോ സത്യം പറഞ്ഞു. നിന്റെ മറ്റവളല്ലേ അവള്? എടാ പോടാ വേട്ടപ്പടിയാ. ആക്ച്വലി ഞാൻ ഡിസ്റ്റന്റ് കസിൻസ് ആണ്. ഞാനും അവനും തമ്മിൽ അത്ര ബോണ്ടില്ലെന്നേ ഉള്ളൂ. അവളായിട്ട് വൈബാ. ഓ, ഭൂമി എത്ര ചെറുതാണല്ലേ. അങ്കിളെ. മോളെ സുഖമാണോടി നിനക്ക്? അതെ. നിനക്കോടാ? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. മക്കളെ, ഇതെന്റെ ഏട്ടനാ കിഷോർ. ഹലോ അങ്കിൾ. ഹലോ അങ്കിൾ. ഇത് ഏടത്തി അമ്മ. പിന്നെ ഇത് അവിടെ മക്കള് കീർത്തിയും കാരണം. നീ എങ്ങ് ക്ഷീണിച്ചില്ല? ആ ബെസ്റ്റ്. ഞാൻ ഈ തടി ഇങ്ങനെ കുറക്കൊന്നും നോക്കിയിരിക്ക. ഞാനും ആന്റി. കീർത്തി മോള് പിന്നെ സുന്ദരിയല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ ഏടത്തി? ഓ, നിനക്കേലും അത് ചോദിക്കാൻ തോന്നിയല്ലോ. ഇവിടെ പലർക്കും ഞങ്ങള് വന്നതേ ശരിയാ. നിങ്ങള് സംസാരിക്കും. ഞാനവിടെ കിച്ചണിൽ നോക്കിട്ട് വരാം. കണ്ടോ, അവൻ ഞാൻ പറഞ്ഞത് പിടിച്ചില്ല. ഏട്ടാ എന്തേട്ടാന്ന്? എല്ലാരും കൂടി എന്റെ മക്കളെ ചെറുപ്പം മുതലേ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. അമ്മ, അച്ഛാ വന്നേ. വെറുതെ ചീപ്പാവരുത്. നിങ്ങൾ വന്നേ. വാ പൊളിച്ച് നോക്കിയില്ലാതെ നടകളി അങ്ങോട്ട്. ഓ പോട്ടെ. അതു ആദ്യേട്ടാ ശരി എന്നാ. സോറി ട്ടോ, അവര് രണ്ടുപേരും അങ്ങനെയാ. നാട്ടിനിച്ച് ലൈസൻസ് കുറവുണ്ട്. ഇറ്റ്സ് ഓക്കെ ബ്രോ. പ്രായമായവരല്ലേ. അതെ. അപ്പോ നിങ്ങള് പൊളിക്ക്. കാണാം മാൻ. ഓ, നീ ചെല്ല്. അവന്മാരവിടെ കാണും. ഓക്കെ, അപ്പൊ ഗുല. ആ പോയ ഐറ്റത്തിന് ഒന്ന് നോക്കി വെച്ച മോളെ. എന്തേ വള്ളിയാണോ? വെറും വള്ളിയല്ല, ചൊറിയണത്തിന്റെ വള്ളിയാ. എന്തോന്ന്? അവരെ രണ്ടുപേരെയും ഭാവേനെ ആദ്യനെയും കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു മുത്തച്ഛനും കിഷോറങ്ങളും. എന്നിട്ടെന്താവാൻ, മുത്തച്ഛനൊന്ന് വീണു. ആ ഗ്യാപ്പിൽ വാവ കയറി ഗോളടിച്ചു. കൂട്ടത്തില് നിങ്ങളും. കർത്താവെ, പേടിക്കേണ്ടി വരുമോ? ഏയ്, ഒന്ന് സൂക്ഷിച്ചാ മതി. കീർത്തിക്ക് ആദ്യമായിട്ടാണ് കിട്ടാത്തതിലുള്ള ചൊരിക്ക് നിന്നോട് തീർക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പേടിപ്പിക്കല്ലേടി പുല്ല്. അതിന് നീ എന്തിനാ പേടിക്കണേ? നിന്റെ കെട്ടിയും കൂടില്ലേ? ആദ്യത്തിനെ പണ്ടേ അവളെ കണ്ടൂടാ. അപ്പൊ കരണോ? ആളിച്ചില്ല. ആ ഫാമിലി ഇച്ചിട്ട് ബോധമുണ്ട്. അത് കരനേട്ടനാ. വാസു. ആ കിഷോറേട്ടാ. നമ്മളെയൊക്കെ അറിയോ? അതെന്തൊരു ചോദ്യം കിഷോറേട്ടാ. ചെറുപ്പത്തിലെ കവയുടെ കൂടെ ഞാൻ അവിടെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ എപ്പോഴും. പഴയതൊന്നും അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വാസു, നീ ഇവിടെ നിൽക്കണോ? ഓ ഹലോ ദേവിയെ കുരിശ്. ഹായ്, ഞാൻ കിഷോർ, കവയുടെ ബ്രദർ. വാസുവിന്റെ ഹസ്ബൻഡ് ആകൂല്ലേ? അതെ, ഫ്ലൈറ്റ് എന്തോ ലേറ്റ് ആയെന്ന് ജയ് പറഞ്ഞു. ഓ, അത് സ്ഥിരമാണല്ലോ. ബൈ ദ ബൈ, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ഐ സി. ഇനിയിപ്പോ നിങ്ങളുടെ കമ്പനിയും AK ഗ്രൂപ്പ്സും മെർജ് ചെയ്യുമായിരിക്കും അല്ലേ? നിങ്ങൾക്കിത് ലോട്ടറി ആണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇനി ഫ്യൂച്ചറിൽ തീരുമാനിച്ചിട്ടില്ല. വാസു, നീ വാ, അവിടെ ഇച്ചിരി പണിയുണ്ട്. ഏയ്, വാസു ഇവിടെ നില്ലേ, നമുക്ക് പിന്നെയും പറഞ്ഞിരിക്കാം. അത് ബുദ്ധിമുട്ടാകൂലേ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാകും. നീ വന്നേ. ഈ കോന്തനെ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയോളോടി. കാർന്നോരെ, വേണ്ടാതിന്ന് പറഞ്ഞുണ്ടല്ലോ. കൊച്ചുങ്ങളുടെ കെട്ടാണോന്നും ഞാൻ നോക്കൂല. ഒരു ഫ്ലൈയിങ് കിക്ക്, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ ടെററാവല്ലേ? ഞാനൊരു ഗുമ്മിന് പറഞ്ഞല്ലേ. അല്ല പിന്നെ അയാള് പുറകെ നടന്ന് എങ്ങനെയാ പ്രേമാകുന്നേ? സോറി മാഡം. പിന്നെ ഇനി അയാളോട് അധികം സംസാരിക്കാൻ പോകണ്ട. അതെന്താ പോയാല്? ഓഹോ, വെല്ലുവിളിയാണോ? ആണെങ്കി എങ്കി മഹതിന്ന് കൊറേ അനുഭവിക്കും. അയ്യേ, എന്താ ഈന്ന്? ദേ കളവ, ദേവി മഹാത്മ്യം കാണേണ്ട പ്രായത്തില് 50 ഷെയ്ഡ്സ് ഉണ്ടാക്കാൻ വന്നാണ്ടല്ലോ. വന്നാ? അയ്യേ, ഇങ്ങേർക്ക് ഒരു നാണോ ഇല്ല. പോടോ കളവ. കിളവ നിന്റെ തന്ത. ഡോ അമ്മ, അച്ഛാ, ഞാൻ പോയിട്ട് വരാം. നാട്ടുകാരെ കാണിക്കാനായാലും ഒന്ന് കരയടി നാറി. അമ്പട പുളുസു, 2 മണിക്കൂർ ഞാൻ കുത്തിയിരുന്ന് ചെയ്തെടുത്ത മേക്കപ്പാ. എന്നിട്ട് കരഞ്ഞത് കുളവാക്കാൻ എനിക്ക് പ്രാന്തല്ലേ? ഇവള് നന്നാവത്തില്ല. നിനക്ക് എന്നാടാ? എന്റെ മോള് കരയുന്നുണ്ട്. അവള് ദൂരോട്ടൊന്നും അല്ലല്ലോ പോണേ. 10 മിനിറ്റ് ഡ്രൈവ്, അത്രേ ഉള്ളൂ. അതെ, കണ്ണീര് തുടച്ചിട്ട് പറ. മിസ്റ്റർ ജേട്ടാ, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയരുത്. ഞാൻ നാളെ ഇങ്ങ് വരില്ലേ? നാളെയോ? ഒരാഴ്ച കഴിയാതെ ഈ ഭാഗത്തോട്ട് വന്നാല. ഓഹോ, അപ്പൊ ഞാൻ പോകാൻ കാത്തിരിക്കാണല്ലേ അമ്മ? എന്നാ ഞാൻ പോണില്ല. മോനെ ശ്രേയസേ, ഇവളെ വിളിച്ച് പോവാൻ നോക്കിക്കേ. ബുദ്ധിയില്ലെങ്കിലും പറഞ്ഞതുപോലെ കാണിക്കുന്ന ടൈപ്പാ.
അന്ത ഭയം ഇരിക്കട്ടും. എന്റെ പൊന്നാതു വാ വന്ന് കാറി കയറി. ഇത് വലിയ ശല്യാണല്ലോ. എന്നാ ബാ. ഇച്ചിരി തല്ലുകൊളുത്തലുണ്ടെങ്കിലും അതൊരു പൊട്ടിയാ. മോൻ നോക്കിക്കോണേ. അതമ്മ പ്രത്യേകം പറയണ്ടെന്നേ. എനിക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം അവളുടെ കണ്ണെന്നറിയില്ല. എനിക്ക് എന്താ ചേട്ടാ കരച്ചില വരുന്നേ? പോട്ടിടും മോനെ. ഞാൻ എന്റെ ജീവിനെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നേ. കൊച്ചുനാൾ തൊട്ടെ എന്റെ വാലിൽ തൂങ്ങി നടന്ന പെണ്ണ. എത്ര പെട്ടെന്ന എല്ലാം. രണ്ടുപേരും സെന്റ് അടിക്കാതെ അവർക്ക് പോകാൻ ടൈമായി. സാൻവി മോൾ എവിടെ? ആ ചേട്ടായി. ഞങ്ങള് പോവാ. നിങ്ങൾക്ക് ഇറങ്ങാനായല്ലേ? ആ നിങ്ങൾ ഇറങ്ങിട്ട് ഇറങ്ങാന്ന ചേച്ചൻ പറഞ്ഞേ. ശരി അപ്പൊ പോട്ടെ. പിന്നെ സമയാസമയം ആഹാരം കഴിക്കണം. എപ്പോഴത്തേം പോലെ ഉഴപ്പരുത്. ദിവസവും വിളിക്കണം. അവിടെ എന്ത് വിഷയം ഉണ്ടായാലും പറയണം. അവർക്ക് ബുദ്ധിമുട്ടാവും ഇവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് ഉള്ളി കൊണ്ട് നടക്കരുത്. നിനക്ക് എന്ത് വിഷയം ഉണ്ടായാലും വീട്ടിലേക്ക് വരാം. അവിടെ നിന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതി നീ അവിടെ വിരുന്നുകാരി ഒന്നുമല്ല. നിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. ചേട്ടായി ചേട്ടായി സോറി. എന്നോട് ഇങ്ങനെ പിണങ്ങി നിക്കല്ലേ. കുഞ്ഞി, എനിക്ക് നിന്നോടൊരു പിണക്കവും ഇല്ല. പിന്നെ എന്നിട്ടാണല്ലോ ഇത്രയും ദിവസം എന്നാ ഓടിയത്. നീ ക്ഷമി. പോടാ പട്ടി. ഇവള് എന്തിനാ കുഞ്ഞി നീ ഇതൊക്കെ? അതിന് പറയണ്ട. എല്ലാം ഭംഗിയായി കഴിഞ്ഞല്ലേ. അതുകൊണ്ട് നല്ലപോലെ നോക്കണം. എന്റെ നാത്തൂനെ വേദനിപ്പിച്ച സേസ്മം വിവരാറി. എല്ലാവർക്കും അവളെ മതി. ആ കുരിപ്പെന്നെ എന്തേലും ചെയ്യുന്ന എന്റെ പേടി. അതങ്ങ് സഹിക്കണം മിസ്റ്റർ. വേറെ പണിയൊന്നുമില്ലല്ലോ. എടി പിന്നെ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. ഈ ലോകത്ത് ആരും നിന്റെ കൂട്ടില്ലെങ്കിൽ ഞാനുണ്ടാവും. ഒന്നും സഹിച്ച് ജീവിക്കേണ്ട ആവശ്യം നിനക്കില്ല. കേട്ടല്ലോ? മൂന്നാം ലോകം മഹായുദ്ധം അവസാനിച്ചോ? ഓ, ഞങ്ങള് സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചേ ഉള്ളൂ. സോ ഫാസ്റ്റ്. ചെറുക്ക ഒറ്റ കുത്ത് വെച്ച് തന്നുണ്ടല്ലോ. കുഞ്ഞു പിള്ളേരെ പോലെ ഇപ്പോഴും അടികൂടി നടക്കാനുണ്ട്. അത് വാസുവിന് എപ്പോഴും ഞങ്ങള് കുഞ്ഞല്ലേ. പിന്നെ നിന്റെ കുഞ്ഞിനെ തലയിലേക്ക് സമയം അപ്പോഴവളുടെ ഈ തള്ള സമ്മതിക്കൂല. ആ രണ്ട് തുടങ്ങിയോ? ഇല്ല ചേ, ട്രെയിലറേ ആയിട്ടുള്ളൂ. എന്നാ ബ്ലോക്ക് ബസ്റ്റർ തുടങ്ങും മുമ്പ് നമുക്ക് ചലിക്കാം. അച്ഛേ എന്റെ കുഞ്ഞി, എന്തിനാ അച്ഛന്റെ മോളെ ഇങ്ങനെ മുഖം കൊൽപ്പിച്ചിരിക്കണേ? നിനക്ക് ഞങ്ങളെ കാണാൻ തോന്നുന്നു. ഏത് പാതിരാത്രിയാണെങ്കിലും വിളിച്ചാൽ മതി. ഞങ്ങൾ അപ്പ അവിടെ വരും. പിന്നെ വേറെ പണിയില്ലല്ലോ. അച്ഛേ ദേ കണ്ടോ? അവളോട് പോവാൻ പറ. വെറും അസൂയാന്ന്. ആ എന്നാ അച്ഛന്റെ മോള് ഇവിടെ നിന്നോ. നീ നടക്കടാ. കവി, നിന്നോടിത് പറയണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അവള് ചെറുതാ. എന്തേലും തെറ്റ് പെണ്ണെ വേണ്ട. നമ്മളിത് പറഞ്ഞ സീരിയൽ മോനെ പറയച്ച. എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവും അച്ഛ. അവർക്ക് എന്ന് ഞാൻ ഉണ്ടാവും. അങ്ങനൊന്നും വരാതിരിക്കട്ടെ. എങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് അവളോട് മോനും മുഷിപ്പ് തോന്നിയ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കരുത്. എന്റെ മോളെ എന്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചാൽ മതി. എന്തൊക്കെ കൊണ്ടാണേലും അവളെ രണ്ട് കൈയും നീട്ടി ഈ ഞാൻ സ്വീകരിക്കും. ആ അതെ, ആ കൗച്ചിൽ എങ്ങനെ പോയി കിടന്നു? അയ്യടാ വേണ്ട, ഇയാള് പോയി കിടന്നു. അപ്പൊ തറയിൽ കിടക്കാനാണോ ഉദ്ദേശം? പിന്നെ ഈ ബെഡിൽ ഇത്ര സ്ഥലം ഉണ്ടാകുമ്പോ ഞാനെതിരെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുന്നേ? അതിമോഹമാണല്ലോ മോളെ. എവിടുത്തെ മോഹമാണേലും തനിക്ക് പറ്റില്ലേ? താൻ വേണേ അവിടെ നേരം മാറി കിടന്നു. അയ്യേ, ഇതിലൊരു നാണല്ലേ? പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറുന്നിടത്ത് വലിഞ്ഞു കയറുന്ന മഹാന് ഞാൻ നാണോമായിട്ടുള്ള നോബൽ പ്രൈസ് തരാം. ദേ, നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞു അബദ്ധം പറ്റിയാണെന്ന്. ഇയാൾ എന്നെയല്ലേ കാണിക്കും. എനിക്ക് ഉറക്കം വേണ്ടു. ഗുഡ് നൈറ്റ്. എടീന്റെ ബെഡ് പിന്നൊരു കാര്യം ഓർത്തോ, നോ ബോഡി ടച്ചിങ്. ടച്ചിയ? എന്നാ അത് മാത്രമേ മോന് ഓർമ്മ കാണത്തുള്ളു.
അമ്മേ, അയ്യോ ഞാൻ ചത്തേ. അയ്യോ, എന്തോ ആടി? പിള്ളേർക്ക് ചോറ് കൊടുത്തില്ല. എന്റെ കുഞ്ഞുങ്ങൾ വാണ് അങ്ങോട്ട്. ശരി. അയ്യോ, ഇവിടെ ആരുമില്ലേ? കിച്ചു, കിച്ചു. എന്താ എന്താ അത്? ഇവനോ? ഇവനെ കണ്ടോണം നീ പേടിക്കണേ. അവനൊന്നും ചെയ്യില്ല. ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. ഈ പെണ്ണ് മനുഷ്യനെ പേരാണ്. എനിക്ക് പേടിയച്ചു. നീ അവനെ പിടിക്കേ. എടി പോത്തെ, എന്തിനാ ഇവനെ പിടിക്കണേ? നിന്റെ വീട്ടിലില്ലേ ഒരു പട്ടി? പിന്നെ എന്താ? എനിക്ക് പട്ടിയുണ്ടെന്ന് പറഞ്ഞ് ബാക്കി പട്ടിയെ പേടിക്കാൻ പാടില്ലെന്നോ? എടാ ഒന്ന് അതിനെ പിടിയടാ. നിന്റെ പൂഞ്ഞെ ദാ പിടിച്ചു പോലെ. എടാ ബാബി, നിന്നെ പേടിയാന്ന്. എനിക്ക് വയ്യ. ദേശം ചാടിട്ടേക്കാം. അയ്യടാ, അവനെ തന്നെ സൂചിച്ചു അല്ലേടാ? എന്തേ നിനക്ക് തുടർന്നോ ഇവനെ? ഏയ് വേണ്ട, എനിക്ക് പേടിയാ. നീങ്ങ് വാടി, അവനൊന്നും ചെയ്യില്ല. ഉറപ്പാണോ? ആന്നെ, വാ. ബാമി, അങ്ങോട്ട്. അമ്മ ബാമി കൂടെ. ആ, നീ ഇവിടെ നിൽക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നോ? നിനക്ക് തിന്നാവൊന്നും വേണ്ടടാ. ഹോളി തിന്നേച്ച് കിടന്നു. ബാ ബാമി. കിടന്നു കള്ളപ്പന്നി. ഞാനും വരാമ്മ. വാ നമുക്ക് പോവാം. നിങ്ങൾ കിടന്നോ? ഒരുപാട് ടയർഡല്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വാസു. അവൻ വാസുമോനാ. അവൻ മാത്രല്ല ഹോളിയും. ഹോളി ഞാൻ കണ്ടിരുന്നു. ആള് ക്യൂട്ടാ. പക്ഷെ പാം ടെററാ. ടെററാണോന്ന് ചോദിച്ചാ ആണ്. പക്ഷെ പരസ്യപ്പെട്ട് സെറ്റായ നമ്മളെ ചുമട്ടീന്ന് മാറൂല. പിന്നെ അവൻ മറ്റേ പാപ്പ തിന്നാൻ കൈതൊട്ട് പാടി കളിപ്പിക്കേണ്ടി വരും. I miss my daddy. ഏയ്, നമുക്ക് എപ്പോ വേണമെങ്കിലും തനിയെ പോയി കാണാലോ. പിന്നെന്താ? ഇവിടെ പട്ടിയെ വാങ്ങിച്ച കഥയൊക്കെ കോമഡിയാ. ബാസുവിനെ ചെറുതിലെ പട്ടി എന്തോ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്ക് പട്ടിയെ പേടിയാ. പിന്നെ അമ്മ എങ്ങനെ സമ്മതിച്ചു? ഇവിടെ ഒന്നല്ലല്ലോ, രണ്ടെണ്ണമല്ലേ? ബാസു പറഞ്ഞില്ല. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ എന്നെ അച്ഛനെ കുലിയും അമ്മ 3 മണിക്കൂർ അകത്ത് കയറ്റിയില്ല. സബാഷ്. എന്നിട്ട് എന്ത് ചെയ്തു? കരഞ്ഞ് കാല് പിടിച്ച്. Flashback. ബാസു സർപ്രൈസ്. നീയും വാങ്ങിയോ? നിങ്ങളും? എന്തോന്നാ അവിടെ? അയ്യോ പട്ടി. ഈ സാധനങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ വാങ്ങിയതാ. എന്തോന്ന്? പട്ടി കാട്ടി വീട്ടിലേക്ക് കയറിയ മുന്നിന് കാര്യം തല്ലി ഒടിക്കും. ബാസു ടോറെടുക്കല്ലേ? അടച്ച്. ഇനി എന്തെയോച്ചാ? അച്ഛാ, എനിക്ക് വിശക്കുന്നു. എനിക്കും. End of flashback. എന്നിട്ട് അമ്മ നിങ്ങൾ അകത്ത് കയറ്റിയോ? അവസാനം അവരെ ഞങ്ങൾ നോക്കണം. മാസം തിരിഞ്ഞു നോക്കിയേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അല്പ സോപ്പിട്ടപ്പോ അമ്മായിരുന്നു. പക്ഷെ പോകെ പോകെ ഞങ്ങളെ കടത്തുപറ്റി അവന്മാര് അമ്മയുടെ മക്കളായി. ഞങ്ങളവിടെ ഇപ്പൊ അവന്മാര് കഴിഞ്ഞുള്ളൂ അമ്മക്ക് ഞങ്ങള്. പാവം ബാസു. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? എനിക്ക് നല്ല ഉറക്കം വരുന്നത്. അമ്മ പറഞ്ഞ നീ കേട്ടില്ലേ? നാളെ കാലത്ത് എനിക്ക് അമ്പലത്തിൽ പോണം. അങ്ങനെ എന്റെ മോള് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഇതേ ഞാൻ 800 കാത്തുന്ന ഫസ്റ്റ് നൈറ്റാ. എന്റെ പൊന്നിച്ചു, നിനക്ക് ഒരു ക്ഷീണമില്ലേ? ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ ക്ഷീണിച്ച ഒന്നുകൂടെ നന്നായി തുടങ്ങാലോ. അയ്യടാ, നീ ഇങ്ങ് വന്നേ. കിച്ചു. ഈ ഒരു മമ്മച്ചൻ ഞാൻ എത്തിരി കാത്തു നിന്നതാ. പ്ലീസ് ആകും എന്റെ പൊന്നല്ലേ. പക്ഷെ ഒരു മയത്തിലൊക്കെ ഏറ്റ്
മോർണിംഗ് അമ്മ. ആ മോളെന്താ ഇപ്പോഴെണീറ്റ്? കുറച്ചുകൂടെ കിടക്കാറില്ലേ? ഏയ് നേരത്തെ എണീക്കാൻ എനിക്ക് ശീല, പിന്നെ സ്ഥലം മാറി കിടന്നോണ്ടാണെന്ന് തോന്നുന്നു ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. അത് 2 ദിവസം കഴിയുമ്പോ ശരിയാവും കേട്ടോ. ഇപ്പൊ മോള് കോഫി ഒഴുക്കി അച്ഛനെ കൊടുത്തോ അമ്മ? എടുക്കണേ ഉള്ളൂ. എന്നാ ഇങ്ങോട്ടായോ, ഞാൻ കൊണ്ട് കൊടുക്കാം. ഓ അതിനെന്താ. മോർണിംഗ് അച്ഛേ. ആഹാ, മോള് നേരത്തെ എണീറ്റു. അവൻ പിന്നെ സമയമായി കാണൂല. 10 മണിക്കാണല്ലോ എന്റെ മോള് സൂര്യ ഉദിക്കണേ. എനിക്കങ്ങോട്ട് കേറി വരാവോ?